ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. അഘോരി സന്യാസി സമൂഹത്തെപ്പറ്റി കേട്ടിട്ടില്ലേ? ഹരിദ്വാർ, ഋഷികേശ്, കാശി തുടങ്ങിയ പുണ്യസങ്കേതങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാവുന്ന ഒരു സന്യാസി സമൂഹമാണിവർ. ഭാരതത്തിലെ അഘോരി സന്യാസി സമ്പ്രദായത്തിന് ഏകദേശം 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. സന്യാസ നിഷ്ഠ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ. അഘോരികൾ അപാരമായ മാനസിക ശക്തിക്ക് ഉടമകളാണ്. മന്ത്രതന്ത്ര സിദ്ധികൾ കൈവരിച്ച ഒരു സാധകന് ആകാശത്തിൽ നിന്ന് സൂര്യകിരണങ്ങൾ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നികുണ്ഡം ജ്വലിപ്പിക്കാൻ സാധിക്കുമെന്നും ആകാശത്തിൽ മഞ്ഞുമഴ പെയ്യിക്കാനും മൂടൽമഞ്ഞ് കൊണ്ട് മറ സൃഷ്ടിക്കുവാനും ഇവർക്ക് കഴിവുണ്ടെന്നുമാണ് പറയപ്പെടുന്നത്. അഘോരികൾ ഭാവി പ്രവചിക്കാറും ആരെയും അനുഗ്രഹിക്കാറുമില്ലെന്നത് ശ്രദ്ധേയമാണ്. എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, തൃശൂലത്താൽ ആഞ്ഞുകുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ മിക്കവർക്കും അറിയാമെന്നും വായ്മൊഴി പ്രചാരവുമുണ്ട്. ഏകാഗ്രമാക്കിയ മനസ്സിൻ്റെ അപാരമായ മന്ത്രസിദ്ധികളും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും യോജിക്കുമ്പോൾ എന്തും അഘോരികൾക്ക് സാധ്യമാണെന്നും പലരും സമർത്ഥിക്കുന്നു. അഘോരികളുടേത് വളരെ പഴക്കമുള്ള ശൈവ സമ്പ്രദായ ശാഖയാണ്. യഥാസ്ഥിതിക സനാതന രീതികളിൽ നിന്നും ഇക്കൂട്ടർ വളരെ വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ ഇക്കൂട്ടർക്ക് പ്രസിദ്ധിക്ക് പകരം കുപ്രസിദ്ധിയാണ് കൂടുതലും ആർജിച്ചിട്ടുള്ളത്. അഘോരികളെക്കുറിച്ചുള്ള പഠനം അനന്തമാണ്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ പോലെ അനന്തം. 45,000-ഓളം വർഷങ്ങൾ പഴക്കമുള്ള വിശ്വനാഥിൻ്റെ പുണ്യഭൂമിയാണ് വാരണാസി. ബനാറസ് എന്നും വാരണാസി എന്നും കാശി എന്നും വിളിക്കുന്ന അഘോരികളുടെ ആവാസഭൂമി. ഭഗവാൻ ശിവനെ ഭൈരവ രൂപത്തിൽ ആരാധിക്കുന്ന ഒരുപറ്റം സന്യാസികളാണ് അഘോരി ബാബമാര്. ഹിന്ദു വിശ്വാസമായ മോക്ഷത്തിലാണ് ഇവരും വിശ്വസിക്കുന്നത്. പക്ഷേ മാർഗം ഏറെ വ്യത്യസ്തമാണെന്ന് മാത്രം. സംസാരത്തിൽ നിന്നുള്ള മോചനം, അതിലൂടെ ആത്യന്തികമായ ആത്മസത്വം തിരിച്ചറിയുകയാണ് തങ്ങളെന്ന് ഇവർ അവകാശപ്പെടുന്നു. ഭൈരവനെ പോലെ ശ്മശാനത്തിലാണ് വാസം. ശരീരമാസകലം ഭസ്മം പൂശി നടക്കുന്ന ഇവർ പൂർണ്ണ നഗ്നരായാണ് കഴിയുന്നത്. ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരെ ബാധിക്കുന്നേയില്ല. തങ്ങൾക്ക് പുറത്തുള്ളതെല്ലാം മിഥ്യയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആളുകൾ കടന്നു വരാൻ മടിക്കുന്ന ശ്മശാന ഭൂമിയിൽ തങ്ങൾക്ക് ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ കഴിയുന്നത് ഇവർ അവകാശപ്പെടുന്നു. ഇവർ കയ്യിൽ കിട്ടുന്നതെന്തും കഴിക്കും. ഇവർക്ക് സർവവും ബ്രഹ്മം. പട്ടിയടക്കമുള്ള മൃഗങ്ങളുമായി ആഹാരം പങ്കുവയ്ക്കുന്നതിന് മടിയേതുമില്ല. ഹാങ് ഇവരുടെ ജീവിത ശൈലിയാണ്. യഥാർത്ഥ അഘോരികൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് രുദ്രാക്ഷമാലകൾ കഴുത്തിലണിഞ്ഞ് താടിയും ജടപിടിച്ച മുടിയും വളർത്തി ഭസ്മക്കുറിയും സിന്ദൂരവും ചേർത്തി കമണ്ഡലവും തൃശൂലവും കയ്യിലെന്തി കടഞ്ഞെടുത്ത ദേഹപ്രകൃതിയോടെ ഉറച്ച കാൽവെപ്പുകളുമായി നടക്കുന്ന അഘോരി സന്യാസിമാരെ അവരുടെ യഥാർത്ഥ തേജസ്സിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. അതിതീക്ഷ്ണമാണ് അവരുടെ കണ്ണുകൾ. ചോര പൊടിയുന്ന ആ നോട്ടം എതിരിട്ട് നിൽക്കുക സാധാരണ മനുഷ്യജീവന് അപ്രാപ്യമാണ്. ആരെയും ശ്രദ്ധിക്കുകയോ ഭിക്ഷയാചിക്കുകയോ അഘോരികൾ ചെയ്യില്ല. ഈ കൂട്ടരെ കണ്ടെത്തുകയും ചെയ്യുക എളുപ്പമല്ല. കാശിയിലും ഉത്തരകാശിയിലും 9 ശക്തിപീഠങ്ങളിലും കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിലുമാണ് ഇവരെ കണ്ടെത്താൻ സാധ്യത. ഉത്തരേന്ത്യയിലെ കൊടുങ്കാടുകളിലും ഹിമാലയത്തിലുമാണ് ഇവർ സ്ഥിരമായി കഴിയുന്നത്. അമാനുഷികമായ സിദ്ധികൾ പൊതുവേദികളിൽ പ്രദർശിപ്പിക്കാനോ പ്രഭാഷണങ്ങൾ നടത്താനോ ഇവർ ഒരിക്കലും തയ്യാറാവുകയില്ല. അഘോരി സന്യാസി സമൂഹത്തിൽ സന്യാസിനിമാരുമുണ്ട്. പ്രജനനം ഇവർക്ക് നിഷിദ്ധമായതിനാൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതാണ് ഇവരുടെ രീതി. അനവധി കടുത്ത പരീക്ഷണ പ്രക്രിയ കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമേ സംഘത്തിൽ പ്രവേശനം സാധ്യമാകൂ. വർഷങ്ങളോളവും മാസങ്ങളോളവും നീളുന്ന നിരീക്ഷണ സമയത്ത് പിന്തള്ളപ്പെടുന്ന കൂട്ടരാണ് വേഷം കെട്ടി മൃതദേഹവും ചുട്ടുതിന്ന് നടക്കുന്ന ഞങ്ങളും അഘോരികൾ ആണ് എന്ന് പറയുന്ന കൂട്ടർ. ഈ രണ്ടാമത്തെ കൂട്ടർ ചെയ്യുന്ന അധമ പ്രവൃത്തികൾ ഒന്നും തന്നെ യഥാർത്ഥ അഘോരികൾ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. തങ്ങളുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ ഉറച്ചു നിന്ന് പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയിലെ അത്ഭുത സിദ്ധികൾ സ്വായത്തമാക്കി ആത്മശാന്തിയും സമാധാനവും നേടി ജീവിക്കുന്ന ഒരു സന്യാസി സമൂഹമാണ് അഘോരികൾ. സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രാധാന്യമാണ് അഘോരികൾക്കിടയിൽ. സ്ത്രീ പുരുഷ സംഭോഗം ഇവർക്കിടയിൽ നിഷിദ്ധമാണ്. പക്ഷേ ഭോഗിക്കാതെ തന്നെ ലൈംഗിക സാക്ഷാത്കാരം നടത്താൻ ഇവർക്ക് കഴിയും. യഥാർത്ഥ അർദ്ധനാരീശ്വര സങ്കല്പമാണിത്. ഊർജവും ജഡവും യോജിക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമേ പൂർണ്ണതയിലേക്കുള്ള പ്രയാണം പൂർത്തിയാകുന്നുള്ളൂ. സ്ത്രീയും പുരുഷനും സംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ക്ഷണികമാണ്. പെട്ടെന്നുള്ള ഇന്ദ്രിയസ്ഖലനമല്ല യഥാർത്ഥത്തിൽ ഉള്ള ആനന്ദം. 1-2 മണിക്കൂറുകൾ കൊണ്ട് ആനന്ദത്തിൻ്റെ പരമോന്നതയിൽ എത്തിയ ശേഷം മാത്രം നടക്കുന്ന സ്ഖലനമാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദമൂർച്ച. സ്ഖലനം എത്ര നേരം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ അഘോരികൾക്ക് കഴിയും. പൗർണമി ദിവസം മാത്രമേ അഘോരികൾ ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി തുനിയുകയുള്ളൂ. അന്ന് താന്ത്രിക സാധാനയുടെ സാമൂഹിക മൈഥുന സമയമാണ്. നരനും നാരിയും ഒന്നാകുന്ന പുണ്യമുഹൂർത്തമാണ് അന്ന്. ശിവനും പാർവതിയും ഈ രീതിയിൽ ആനന്ദമൂർച്ചയിൽ എത്തിയതായി കാണാം. പൗർണമി ദിവസം വൈകിട്ട് 8 മണിക്ക് ശേഷമാണ് ഈ ആനന്ദോത്സവത്തിന് തുടക്കം കുറിക്കുക. അഘോരികൾ ചുറ്റും കൂടിയിരുന്ന് ലഹരി നുണയുകയും മുഖ്യ പൂജാരി മന്ത്രോച്ചാരണം നടത്തുമ്പോൾ അവർ ഏറ്റുചൊല്ലുകയും ആ ശബ്ദത്തിൽ വായുവിലെ കണങ്ങൾക്ക് സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് സൂക്ഷ്മ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും.
ഈ സമയത്ത് നാഗാരി വാദ്യം ആരംഭിക്കുകയും കിന്നാര വീണയിൽ നിന്ന് ഉയരുന്ന നാഗാരി വാദ്യത്തിന് കൂട്ടാവുകയും ചെയ്യുമ്പോൾ അന്തരീക്ഷം ശബ്ദമുഖരിതം ആകുന്നു. ആ സമയത്ത് പുരുഷൻ ഒരു ഇണയെ സ്വീകരിക്കുന്നു. ഇണയോടൊത്തുള്ള നടനം ഉന്മാദാവസ്ഥയിൽ എത്തുമ്പോൾ വിവസ്ത്രരാകുന്ന അഘോരികൾ പരസ്പരം ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കാറില്ല. അത് ഇവരുടെ കർശന നിയമമാണ്. തെറ്റിക്കുന്നവരെ അപ്പോൾ തന്നെ അയോഗ്യരാക്കും. ഈ കർമ്മങ്ങൾ എല്ലാം തന്നെ മുഖ്യ ഗുരുവിന്റെ കർശനമായ നിയമാവലികൾക്ക് ഉള്ളിൽ ആയിരിക്കും. സമാധിയായ അഘോരിയുടെ തലയോട് ശിഷ്യന് അവകാശമുള്ളതാണ്. ഇത് സ്വന്തമായി ഉപയോഗിക്കുകയോ ചാമുണ്ഡ ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ വെക്കുകയോ ചെയ്യാം.